ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ കട്ടിന് വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ജാസൽ സലൂണിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇലക്ട്രോണിക് സിറ്റിയിലും ജാസൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അറൗണ്ട് ഒരു 6 months ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ അപ്പോയിൻമെൻറ്റ് നേരത്തെ എടുത്തിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ശരിക്കും ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തത് ഇന്ദിരാനഗറിലുള്ള ഇവരുടെ സലൂണിലാണ്. പിന്നെ ട്രാഫിക്കിൽ അവിടെ വരെ പോകണ്ടേന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് ക്യാൻസലാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തു. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പ്രശ്നം. സ്ഥലങ്ങൾ ഭയങ്കര ദൂരെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് ക്യാൻസലാക്കും, എന്നിട്ട് അടുത്ത എവിടെയെങ്കിലും പോവും. ഇനി നമ്മുടെ ഹെയറിൻ്റെ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലെങ്ത് കുറയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി വെട്ടി വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെർവ് സലൂണിൽ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ നമുക്ക് കൊളാക്കി തന്നായിരുന്നു. നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഈ സലൂൺ തുടങ്ങിയിട്ട് അധികം നാളാവാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാം സെറ്റായി വരണുള്ളൂ. പക്ഷെ എന്തായാലും നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ നമ്മളോട് ഒരു 5 minutes വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കുപ്പി വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുടിച്ച് കുറച്ച് നേരം കൂടി ഇരിക്കാനാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ചുമ്മാ പറഞ്ഞു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു കേട്ടോ. ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഹെയർ വാഷാണ് കേട്ടോ. പിന്നെ ഇവർ യൂസ് ചെയ്യുന്നത് ഷോർട്ട്സ്കോഫിന്റെ പ്രോഡക്ട്സ് ആണ്. അങ്ങനെ ഷാമ്പു ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിപ്പിക്കും നമ്മുടെ ഹെയർ വാഷിന്റെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുടി നന്നായിട്ട് വരിഞ്ഞ് കെട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ലെയേഴ്സ് കട്ട് ചെയ്യാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എത്ര ലെങ്ത് ഷോർട്ട് ആക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ. അങ്ങനെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ടിങ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന്. അതായത് കൊളാവോ അടിപൊളിയാവോ എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. എന്തായാലും പുള്ളിക്കാരത്തി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണ പരിപാടി ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഏകദേശം മനസ്സിലായിട്ടോ, നല്ല ഭംഗിയുണ്ടാവും. ചില ഹെയർ സ്റ്റൈലിസ്റ്റ് ഒക്കെ നല്ല ടാലന്റഡ് ആണെന്ന് എങ്ങനെ അറിയാമെന്നറിയോ? അവർ സിസർ പിടിക്കുന്ന രീതിയും അതുപോലെ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ കട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇഷ്ടമായില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. എന്താണെന്നറിയില്ല, അങ്ങനെ മുഖത്തേക്ക് പറയാനായിട്ട് എനിക്ക് ഒട്ടും പറ്റാറില്ല. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഹെയർ കട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഹെയറിന് നല്ല വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഇതുവരെ തേക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടമായി. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോട്ടോ.
ഹെയർ കട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ണാടിയിൽ നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ഇന്ന് ചെയ്തു തന്നത് ഇവിടുത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ പരിപാടി നമ്മൾ ബില്ല് കൊടുക്കണം. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കാശൊക്കെ കൂട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്തായാലും ഹെയർ കട്ട് നല്ലതായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള സാസൽ സലൂണ് നിങ്ങൾക്ക് എന്തായാലും ട്രസ്റ്റ് ചെയ്ത് പോവാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ടേക്ക് കെയർ.